കല്യാണി ജി കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി സ്ഥാപകന്റെ മകൾ കസ്തൂരി ജി കുട്ടിയുടെ കൊലപാതകത്തിൽ 2 പേർ അറസ്റ്റിലായി. നേപ്പാൾ സ്വദേശികളായ രാജേഷ് ചൌത്ത്, ദിലീപ് സാഹി എന്നിവരാണ് രാമനാഥപുരം പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് 57,000 രൂപയും 7.25 പവൻ സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതികളായ വീട്ടിലെ ജോലിക്കാരിയും ഭർത്താവും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. വിവരങ്ങളുമായി ഷാരിഖ് നവാസ് ചേരുന്നു. ഷാരിഖ്, ഇത്തിരി പൊന്നിനും പണത്തിനുമായി കൊലപ്പെടുത്തിയെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്രതികൾ 2 പേർ പിടിയിലായിരിക്കുന്നു. കൂട്ടുപ്രതികൾ എവിടെ? ഇവർ ഈ കട്ട മുതൽ വീതം വെച്ച് പിരിഞ്ഞുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? കേസിന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? അന്വേഷണ പുരോഗതി അതെവിടെ വരെയായി? വിവരങ്ങൾ. സുഹൈൽ, വല വിരിച്ചു തന്നെയാണ് കോയമ്പത്തൂർ രാമനാഥപുരം പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം പ്രതികൾക്കായി ഊർജിതമായ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കേസിലെ മുഖ്യപ്രതിയായ ഹോം നേഴ്സായിരുന്ന സുർജ റോക്കി, നേപ്പാൾ സ്വദേശിനി സുർജ റോക്കിയാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കാരണം ഇവരാണ് ഈ കൊലപാതകത്തിൻ്റെ ആസൂത്രണം എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. കാരണം ഇവർക്കായി കേരളം, തമിഴ്നാട്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലീസ് വലവിരിച്ച് തേടുന്നുണ്ട്. ഡെപ്യൂട്ടി കമ്മീഷണർ ജി കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇവർ ഊർജിതമായ തെരച്ചിൽ നടത്തുകയാണ്. ഈ കേസിൽ ആകെ 5 പ്രതികളാണുള്ളതെന്നാണ് കോയമ്പത്തൂർ രാമനാഥപുരം പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവർക്കായി തെരച്ചിൽ തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ നേരിട്ട് പങ്കെടുത്ത കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേപ്പാൾ സ്വദേശികളായ രാജേഷ് ചൌതും അതുപോലെ തന്നെ ദിലീപ് സാഹിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ബംഗളൂരിൽ നിന്ന് കോയമ്പത്തൂർ എത്തിച്ച് കൂടുതലായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരിൽ നിന്ന് ഈ മോഷണ മുതലുകളും മറ്റും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇവർ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച 57,000 രൂപയും അതുപോലെ തന്നെ ഇവരിൽ നിന്ന് 7.25 പവൻ സ്വർണവും കണ്ടെടുത്തു. ഇനി മറ്റുള്ള പ്രതികളിലേക്ക് എത്തണമെങ്കിലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യണം. അതിനായി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ മറ്റു 3 പ്രതികളെ കൂടി പിടികൂടുമെന്ന് തന്നെയാണ് രാമനാഥപുരം പോലീസ് പറയുന്നത്. കഴിഞ്ഞ 6-നാണ് പുലർച്ചെ രാവിലെ 6 മണിയോടെ ഈ കസ്തൂരി ജി കിട്ടിയ അവരെ നെഞ്ചുണ്ടാപുരത്ത് താമസിക്കുന്ന വില്ലയിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കൈകാലുകൾ ബന്ധിച്ച് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അയൽവാസികളാണ് ഇത് ആദ്യം കാണുന്നത്. ഇവരുടെ മകനൊപ്പം ആണ് താമസിച്ചിരുന്നത്. ഡോക്ടർ രാംകുമാർ കുട്ടി ഒപ്പമാണ് ഇവർ നെഞ്ചുണ്ടാപുരത്ത് താമസിച്ചിരുന്നത്. അവർ വിദേശത്തേക്ക് പോയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകം നടന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.